പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ് പെസഹ നാളിൽ ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് നാളെ നടക്കാനിരിക്കുന്ന തൻ്റെ പീഡാനുഭവ മരണത്തിൻ്റെ അതേ ചായ തന്നെ അവൻ പെസഹ നാളിൽ നമുക്കായിട്ട് പങ്കുവെച്ച് തന്നെ. നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്, അനുദിനവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. എന്തേ ഇനിയും എനിക്കൊരു ക്രിസ്തുവായി തീരാൻ സാധിച്ചിട്ടില്ല? നമ്മളൊക്കെ ഒരുപാട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഒരു ക്രിസ്തുവായി തീരാനായിട്ട് ആഗ്രഹിച്ചിട്ടും നമുക്ക് എന്തേ ഇനിയും ആവാൻ സാധിക്കാത്തത്? പരിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ വളരെയധികം ഭക്തിയോടുകൂടെ പങ്കുചേർന്നിട്ടും വിശുദ്ധിയോടുകൂടെ പങ്കുചേർന്നിട്ടും ഈശോയെപ്പോലെ ആകാനായിട്ട് സാധിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ പരാജയം. അതിരാവിലെ തന്നെ ഒരുപാട് പേരൊക്കെ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഭവനങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകുന്ന നല്ല പതിവുകളുടെ എണ്ണം ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഇന്നെല്ലാവർക്കും തിരക്കാണല്ലേ? സ്കൂള്, ട്യൂഷൻ, ജോലി തിരക്ക്. ഈശോയിനെ മാത്രം ആർക്കിന്ന് വേണ്ട, എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. നോക്കിയാൽ ഈശോ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് അവൻ്റെ മുറിയപ്പെടുന്ന, പങ്കുവയ്ക്കപ്പെടുന്ന ആ സ്നേഹത്തിലേക്ക്. ഇത്രയേ ഉള്ളൂ സ്നേഹമുള്ളവരെ. എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിന് ശേഷം എനിക്ക് ചെറുതാകാൻ സാധിക്കുന്നുണ്ടോ? മുറിയപ്പെടാൻ സാധിക്കുന്നുണ്ടോ? പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയൊരു ചൈതന്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണങ്ങളൊക്കെ പൂർണ്ണമാകുന്നത്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്ന് ചെറുതാകേണ്ട മേഖലകൾ, ഒന്ന് മുറിച്ച് കൊടുക്കപ്പെടേണ്ട മേഖലകൾ, ഒന്ന് എളിമപ്പെടേണ്ട മേഖലകൾ. ഈ മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമ്മുടെ വിശുദ്ധ ബലിയുടെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. പലപ്പോഴും ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ലാത്തതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഒരു ക്രിസ്തുവായി തീരുന്നില്ലതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. എനിക്ക് ചെറുതാകാൻ പറ്റുന്നില്ല, മുറിയപ്പെടാൻ പറ്റുന്നില്ല, പങ്കുവയ്ക്കപ്പെടാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. ഈ മേഖലകളിലൊക്കെ എനിക്ക് കടന്നു വന്നാൽ മാത്രമാണ് ഒരു പുതിയ ക്രിസ്തുവായിട്ട് തീരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് ചെറുതാകാം, മുറിയപ്പെടാം, പങ്കുവയ്ക്കപ്പെടാം. ഈശോയെപ്പോലെ തന്നെ ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.